കോഴിക്കോട് ഫറോക്കിൽ അർദ്ധരാത്രി യുവാവിന് നേരെ ബൈക്കിലെത്തിയവരുടെ ക്രൂരമായ ആക്രമണം. ഫറോക്ക് പുറ്റേക്കാട് സ്വദേശി അരുൺകുമാറിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. കരാട്ടെ പരിശീലകരായ 2 സഹോദരന്മാർ ചേർന്നാണ് യുവാവിനെ നഞ്ചക്ക് ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചത്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. പുറ്റേക്കാട് വാപ്പാഞ്ചേരി അപ്പുക്കുട്ടന്റെ മകൻ 28-കാരനായ അരുൺകുമാറിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 12:30-ഓടെ പുറ്റേക്കാട് മദ്രസയ്ക്ക് സമീപമായിരുന്നു സംഭവം. വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന അരുണിനെ കരാട്ടെ പരിശീലകരും സഹോദരങ്ങളുമായ KP ഉജ്വൽ, സായൂജ് എന്നിവർ ചേർന്ന് വഴിയിൽ തടഞ്ഞു നിർത്തുകയായിരുന്നു. തുടർന്ന് കരാട്ടെ പരിശീലനത്തിൽ ഉപയോഗിക്കുന്ന നഞ്ചക്ക് ഉപയോഗിച്ച് അരുണിന്റെ തലയ്ക്കും മുഖത്തും ക്രൂരമായി അടിക്കുകയായിരുന്നു. ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. പിറകിൽ 2 അടി അടിച്ച് രണ്ടാമത്തെ അടിയിൽ ഹെൽമെറ്റ് തെറിച്ചു പോയി. പിന്നെ 3 അടികളാണ് എൻ്റെ തലയിലെ പിൻവശത്തായിട്ട് വന്നത്. പിന്നെ ഒരടി മൂക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ ക്രോസിലാണ് വന്നത്. പിന്നെ കൈക്ക് ഇവിടെ അടിയുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ 4 അടിയുണ്ട്. അരുണിന്റെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയതോടെ പ്രതികൾ ബൈക്ക് ഉപേക്ഷിച്ച് സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. പ്രതികളുടെ അച്ഛൻ്റെ ഉടമസ്ഥതയിലുള്ള ബൈക്കിൽ വ്യാജ നമ്പർ പ്ലേറ്റ് ഒട്ടിച്ചാണ് ഇവർ ആക്രമണത്തിനെത്തിയത്. അക്രമികൾ ഉപേക്ഷിച്ചുപോയ ഈ ബൈക്ക് ഫറോക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവിടെ അടിച്ചിനെ പൊടിച്ച് ചവിട്ടിന് ഞാൻ വീണുപോയി. വീണിട്ട് ചുമന്ന് പോയി അടിച്ച്. എന്നിട്ട് ഓനെ കാണിച്ചിടറിഞ്ഞ് പോയതാ. അങ്ങനെ എൻ്റെ മക്കളോട് ചോദിക്കാൻ പറ്റും പിന്നെ അടിച്ചാഞ്ഞ് ഇവര് മറ്റേനെ അടിച്ച്. അപ്പം 3ാമത്തെ മോൻ പോയി ഓണം കൊടുത്തടി. അങ്ങനെ ഓടി കഴിച്ചില്ല. ആ കേസ് പഞ്ചായത്തൊക്കെ 1 ലക്ഷം ഉറുപ്പിക കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അന്നേരമൊക്കെ നല്ല കുറഞ്ഞു. എപ്പോൾ പിന്നെ അടിച്ചാൽ 4 ആള് ശരിയാക്കി തരാറുണ്ടായി. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അരുണിന് 6-ലധികം തുന്നലുകളുണ്ട്. കൂടാതെ മൂക്കിന്റെ അസ്ഥിക്ക് പൊട്ടലുള്ളതിനാൽ അടിയന്തര സർജറി വേണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഒളിവിൽ പോയ പ്രതികൾക്കായി ഫറൂഖ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.